സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാഷ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണീയത്തിൽ 65, 66, 67, 68, 69 എന്നീ 5 ദശകങ്ങളിൽ പ്രതിപാദിക്കുന്ന രാസക്രീഡ 65, 66 മുഴുവൻ നമ്മൾ കവർ ചെയ്തു. 67-ാമത്തേൽ 4 ശ്ലോകമാണ് പറഞ്ഞു വെച്ചത്. തിരോഹിതേതദ്വിജാതതാപാസമം സമേത്യ കമലായതാക്ഷ്യ സുന്ദരികൾ, താമരയുടെ ഇതൾ പോലത്തെ കണ്ണുകളുള്ളവർ ഭഗവാൻ തിരോഹിതേ മറഞ്ഞപ്പോൾ തിരയാൻ തുടങ്ങി. വനേ വനേ ത്വാം പരിമാർഗയന്ത്യ, കാടുതോറും കാടായ കാടൊക്കെ അങ്ങയെ അന്വേഷിച്ചു, ദുഃഖത്തെ പ്രാപിച്ചു. കാരണം ഭഗവാനെ കണ്ടില്ല. വിഷാദമാവുർ, വലിയ വിഷാദത്തെ പ്രാപിച്ചു. ഇനി അവരുടെ കരച്ചിൽ പറയാണ്. ഹാ ചൂത ഹാ ചമ്പക കർണികാര ഹാ മല്ലികേ മാലതി ബാലവല്യ ദൃഷ്ടോ വക്കശ്ചിതശ്വത്ഥ പ്ലക്ഷന്യഗ്രോധനോമന. അല്ലയോ അശ്വത്ഥമേ വൃക്ഷമേ എന്നൊക്കെ അങ്ങനെ വിളിച്ച് ഭാഗവത്തിൽ ഒരുപാട് വർണ്ണനയുണ്ട് കേട്ടോ. തീരപ്രദേശത്ത് നിൽക്കുന്നതായിട്ടുള്ള താമരപ്പൂക്കളെ, നിങ്ങളെ കയ്യിൽ പിടിച്ചിട്ടുള്ള ഒരാൾ ഇതേ പൂണ് കണ്ടു, നിങ്ങളെ താമരപ്പൂ കൈ പിടിച്ചിട്ടേ കൃഷ്ണൻ്റെ കയ്യിൽ താമരയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വർണ്ണനയുണ്ട്. അതാണ് ഇവിടെ നാരായണീയത്തിൽ എന്താ കുറവ്. ഹാ ചൂതക ചമ്പക കർണികാര. ചൂതം എന്ന് പറഞ്ഞാൽ തേന്മാവ്, തേന്മാവേ. ചമ്പക പുഷ്പമേ. കർണികാരം കൊന്ന പുഷ്പമേ, കൊന്നപ്പൂവേ, മരമേ. ഹാ മല്ലികേ, മുല്ലപ്പൂവേ. മാലതി പിച്ചകമേ. ബാലവല്യ വള്ളികളെ, നിങ്ങൾ കണ്ടുവോ കൃഷ്ണനെ. കിം വീക്ഷിതോ നോ ഹൃദയൈകചോര. എല്ലാവരെയും ആകർഷിക്കുന്ന ഹൃദയൈകചോരൻ, ഹൃദയം കക്കുന്ന. പലതരത്തിൽ കക്കൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ഇപ്പം ഡിജിറ്റൽ കക്കലാണ്. ഫോണിൽ കള്ളത്തരം ചെയ്തിട്ട് കാശ് തട്ടൽ. എന്നാൽ ഇതൊന്നുമല്ല, ഹൃദയമാണ് ഭഗവാൻ കട്ടിരിക്കുന്നത്. എല്ലാവരുടെയും ഹൃദയത്തെ കക്കണ ആൾ ഒറ്റ ആളേ ഉള്ളൂ ലോകത്തിലാര്? ഭഗവാൻ. ഹൃദയൈക ചോര, ചോരൻ കള്ളൻ. എല്ലാവരുടെ ഹൃദയവും ഹരിക്കുന്ന ആ ഭുവനൈക ചോരനെ നിങ്ങൾ കണ്ടുവോ? വീക്ഷിതോ കിം വീക്ഷിതോ, കണ്ടുവോ? വള്ളികളെ, വൃക്ഷമേ, തേന്മാവേ. ഇഷ്ടോ വക്കച്ചിതശ്വത്ത പ്ലട്ടന്യക്രോധനോമനാനന്ദസൂനു. ആ നന്ദസൂനുവിനെ നിങ്ങളാരെങ്കിലും കണ്ടുവോ? ഭാഗവത്തിൽ കുറേ വിലാപമൊക്കെ ഉണ്ട്. കിം വീക്ഷിതോ നോ ഹൃദയൈക ചോര. ഹൃദയം കക്കുന്ന, മനോമോഹനമായ, മനസ്സിനെ ഹരിക്കുന്ന. ഇത്യാദിതാർ പ്രവണ വിലേബു. അങ്ങനെയൊക്കെ അങ്ങയെക്കുറിച്ച് അവർ വിലപിച്ചു. പ്രവണ, നിന്തിരുവടിയിൽ അനുരക്തകളായ. പ്രവണ, പ്രവീണ, പ്രവണ എന്ന് വന്നാണ്. നിന്തിരുവടിയിൽ അനുരക്തരായ അവർ വളരെയേറെ കരഞ്ഞു. കരയട്ടെ എന്ന് ഭഗവാൻ വിചാരിച്ചു. അപ്പോഴത്രേ കണ്ണിലത്തെ വെള്ളമൊക്കെയാണ് പോകുള്ളൂ. ഇന്ദ്രവജ്ര എന്ന വൃത്താണ് കേട്ടോ. ഇതുവരേക്കും ഉപേന്ദ്രവജ്രയാണ്. ഉപേന്ദ്രവജ്ര, ഇന്ദ്രവജ്ര, ചെറിയ വ്യത്യാസങ്ങൾ പേരിലും അത്രയേ ഉള്ളൂ. ഉപേന്ദ്രവജ്രയാണ് ഇതുവരെയുള്ള 4 ശ്ലോകം. ഇത് ഇന്ദ്രവജ്രയാണ്. ചിലർക്ക് ഓരോ ശ്ലോകത്തിൽ പല വൃത്തങ്ങളുണ്ടാവും. ഉപേന്ദ്രവജ്ര, ഇവിടെ ഇന്ദ്രവജ്ര. ഹാ ചൂതക ചമ്പക കർണികാര ഹാ മല്ലികേ മാലതി ബാലവല്യ കിം വീക്ഷിതോ നോ ഹൃദയൈകചോര ഇത്യാദി തൽപ്രവണ. അങ്ങയിൽ അനുരക്തകളായിരിക്കുന്നവർ വിലേപു. ഇനി ഉപജാതി ശേഷം മാറ്റേണ്ട. പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ട് വൃത്തം മാറി തന്നെ നമ്മളറിയില്ല. നാരായണീയത്തിൽ ചില വൃത്തങ്ങൾ അങ്ങനെയാണ് വൃത്താറിയത് അറിയേണ്ട വെച്ചിട്ട് തന്നെ സാമ്യമുള്ള വൃത്തങ്ങൾ തുടർന്ന് പ്രയോഗിച്ചത്. നിരീക്ഷിതോയം സഖി പങ്കജാക്ഷ പുരോ മമേത്യാകുലമാലബന്ധി ത്വാം ഭാവനാ ചക്ഷുഷി വീക്ഷ്യകാശിൽ താപം സഖീനാം തിഗുണീശകാര. ഒരു സ്ത്രീ കൃഷ്ണനെ കണ്ടു എന്ന പ്രതീതി ഉണ്ടായി. ഈ മനസ്സിന്
പലപ്പോഴും കാണാത്തത് കണ്ടു എന്ന പ്രതീതി ഉണ്ടാവും. ഒരാൾ മരിച്ചു പോയാൽ അയാളെ ധാരാളം സമ്പർക്കമുണ്ട്, സ്വന്തം ഭാര്യ ഭർത്താവൊക്കെയാണ് വളരെ നന്നായി കഴിഞ്ഞു പോയിച്ചാൽ അവരെ കണ്ടു എന്നൊരു തോന്നൽ. കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. അത് ഈ പ്രേതത്തിനെ കണ്ടു, മരിച്ച ആൾ നീട്ടു വന്നു എന്നൊക്കെ പറയണത് കേവലം നുണയല്ല, പക്ഷെ അതൊന്നും ഉണ്ടാവണതല്ല. മരിച്ച ആൾ നീട്ടു വരുമോ? ഒരിക്കലും ഇല്ല. ഒരു ശാസ്ത്രത്തിന് സമ്മതിക്കാൻ പറ്റില്ല അത്. പക്ഷെ ആ പ്രതീതി ഉണ്ടാവും. അതാണ് കണ്ടു കേട്ടോ, ഞാൻ ശരിക്കും ഇന്നലെ കണ്ടു, ശബ്ദം കേട്ടു, അയാളുടെ രൂപം തന്നെ ഞാൻ കണ്ടത്. ഇത് വെറുതെ പറയല്ല, വെറുതെ പറയാവില്ല, കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല, അങ്ങനെ വരില്ല. ശരീരം എടുത്തിട്ട് ഒരാളും വിചാരിക്കേണ്ട. നമ്മളെന്തെങ്കിലും ചിലത് മനസ്സിലാക്കണ്ട. എത്രയും കാലം നാരായണീയവും ഭാഗവതം പഠിച്ചിട്ട് അറിയില്ല കേട്ടോ, അങ്ങനെയൊക്കെ അത് പറയരുത്, അത് പറയരുത്. ഇനി ഓർപ്പിച്ചോളൂ, മരിച്ച ഒരാൾ ശരീരം എടുത്തിട്ട് വരില്ല. ഫിസിക്കലായിട്ട് പ്രേതാവസ്ഥയിൽ വരില്ല. എന്നാൽ അങ്ങനെ തോന്നാം, അത്രയേ ഉള്ളൂ. മനസ്സിൻ്റെ തോന്നലാണത്. സൈക്കാട്രിസ്റ്റിനോട് ചോദിച്ചാൽ അതിനൊക്കെ വ്യക്തമായിട്ടുള്ള ഉത്തരമുണ്ട് ശാസ്ത്രത്തിൽ. തോന്നലാണ്, എല്ലാം തോന്നലാണ്, പ്രതീതി. നിരീക്ഷിതോയം സഖി പങ്കജാക്ഷ, കാണാനില്ലാത്തതായിട്ടുള്ള കൃഷ്ണനെ ഇവർ പെട്ടെന്ന് കണ്ടു എന്നിങ്ങനെ മനസ്സിലൊരു പ്രതീതിയാണ്. കണ്ടിട്ടൊന്നുമില്ല, അതാ കൃഷ്ണൻ, അത് കൃഷ്ണനാണല്ലോ ആ വരണത്, കണ്ടല്ലോ എന്ന് തെറ്റിദ്ധരിച്ചു. ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്നു തോന്നും. പച്ച മലയാളത്തിൽ നമ്മൾ ശൈലിയുണ്ട് അല്ലേ? ഒരാൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ആരൊക്കെ അതാ വന്നോട്ടോ എന്ന് പറയും അടുക്കളയിൽ പോയിട്ട്, ഉമ്മർത്ത് നോക്കുമ്പോൾ അയാൾ വേറെ ആളായിട്ട് അതേ പോയിണ്ടാവും. അയാളല്ല കേട്ടോ, ഞാൻ കണ്ടപ്പോൾ ആ നട്ടത്തവും ആ കോപ്പും ആ സംഗതി എല്ലാം അയാളെന്നേയും തോന്നിയിരിക്കുക, അതുകൊണ്ട് അയാളല്ല. ഇങ്ങനെ എത്ര ആൾക്ക് അബദ്ധം പറ്റി ചിന്തിക്കാറുണ്ട്. ഒരാളെ വിചാരിച്ചാൽ ചിലപ്പോൾ വരുന്നവരൊക്കെ അയാളാണ്. ഇതെന്തായാലും അയാൾ തന്നെ കേട്ടോ, സംശയമില്ല. വരുമ്പോഴാവും അയാളല്ല എന്ന് പറയാം. എത്ര ആൾക്കാരെ തെറ്റിദ്ധരിക്കും അയാൾ ഒരാളായിട്ട്. അത് മനസ്സിൻ്റെ ഭാവമാണ്. വന്നു, വാതിൽ തുറന്ന ശബ്ദം കേട്ടിട്ടാണ് തീരുമാനിച്ചത്, അവിടെ ചെന്നപ്പോൾ വേറെ ആളാണ്. അപ്പോൾ നിരീക്ഷിതോയം സഖി പങ്കജാക്ഷ, പങ്കജാക്ഷനായിട്ടുള്ള ഭഗവാനെ സഖി, സഖി ഞാൻ ഇതാ കണ്ടിരിക്കുന്നു, ഇവിടെ ഉണ്ട്, ഇതാ അപ്പുറത്തപ്പുറത്ത് നോക്കി നോക്കും, ഇവിടെ ഇപ്പം ഞാൻ കണ്ടു എന്ന് ഒരു സ്ത്രീ പറഞ്ഞു. നിരീക്ഷിതോ അയം, അവനെ ഞാൻ കണ്ടു, പങ്കജാക്ഷനെ ഞാൻ കണ്ടു, സഖി ഇവിടെ ഉണ്ട്, തീർച്ചയായിട്ടും അവൻ ഇവിടെ ഉണ്ട്, എപ്പം പറഞ്ഞതാണ് നമ്മളെ കളിപ്പിക്കുക, അതാ ഇവിടെ ഉണ്ട്. പുരോ മമേ, എൻ്റെ മുന്നിൽ എന്നെ കണ്ടത്. പുരോ മമേ പുരേ നിരീക്ഷ്യ, എൻ്റെ മുന്നിൽ, പുരം മുന്നിൽ, പുരേ മുന്നിൽ കണ്ടു. ആകുലമാല പന്തി, അവർക്ക് വല്ലാത്ത ദുഃഖമായി, കണ്ടിട്ട് പിന്നെ കാണാണ്ടായ കൂടുതൽ ദുഃഖം ഉണ്ടാവും. ത്വാം ഭാവനാ ചക്ഷുഷി വീക്ഷ്യ കാച്ചിൽ, എന്തുകൊണ്ടാണ് കണ്ടത്? ഭാവനാ ചക്ഷുഷിയാണ്, സാധാരണ കണ്ണുകൊണ്ടല്ല, ഭാവന കണ്ണുകൊണ്ടാണ് കണ്ടിരിക്കണേ. എന്തൊക്കെയോ മനോവിചാരങ്ങളുള്ള കണ്ണ്, ഈ കണ്ണുണ്ടോ? മനസ്സിലെന്താ ചിന്താച്ചാൽ അത് അല്ലേ? പാമ്പിനെ വിചാരിച്ച് നടക്കണ ഒരാൾ കയറി ചവിട്ടിയാൽ അയ്യോ പാമ്പ് തന്നെ പറയുക അല്ലേ? പാമ്പില്ല, ഒന്നുമില്ല. അപ്പോൾ ഭാവനാ ചക്ഷുഷ് കൊണ്ടാണ് എന്ത് കണ്ടത്? ഇല്ലാത്തതുണ്ട് എന്ന് കണ്ടത്. അത്വാം ഭാവനാ ചക്ഷുഷി വീക്ഷ്യ, ഭാവനാ ചക്ഷുസ് കൊണ്ട് കണ്ടിട്ട്, അപ്പം എല്ലാവരും വിചാരിച്ചു എന്നാൽ കൃഷ്ണനെ കണ്ടു, നോക്കുമ്പോൾ ഇല്ല, എല്ലാവരുടെയും ദുഃഖം ഇരട്ടിയായി. കണ്ടു എന്ന് വിചാരിച്ചു, കണ്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ഇരട്ടി ദുഃഖമായി. കാണാത്തതിനേക്കാളും ദുഃഖമാണ് കണ്ടിട്ട് കാണാണ്ടാവുക. അങ്ങനെ ഉണ്ടല്ലോ, ഉണ്ടായിട്ടില്ലാണ്ടാവുക. ഒരു കുട്ടി ഉണ്ടായിട്ടില്ലാണ്ടാവുമ്പോൾ ദുഃഖം എത്രയാണ്? ഇല്ലെങ്കിൽ ഇല്ല എന്നല്ലേ ഉള്ളൂ. ഉണ്ടായിട്ടില്ലാണ്ടായാലും അങ്ങനത്തെ ദുഃഖം കൊടുക്കുന്നുണ്ട് ഭഗവാൻ അല്ലേ? അതുപോലെ താപം സഖീനാം ദ്വിഗുണീശകാര, ദ്വിഗുണി ഇരട്ടി, ദ്വിഗുണി എന്നാൽ ഇരട്ടിയാണ്. രണ്ട് ദി ഉള്ളതിൻ്റെ ഇരട്ടിയാക്കിയിട്ട് മാറ്റി. അവരെല്ലാവരും കൂടുതൽ നെഞ്ഞ് പൊട്ടിക്കരഞ്ഞു. അയ്യോ കണ്ടു കേട്ടോ, ഞാൻ ഇവിടെ വിചാരിച്ചല്ലോ ഈശ്വര, അതും തോന്നലായോ. നിരീക്ഷിതോയം സഖി പങ്കജാക്ഷ, പങ്കജാക്ഷനെ ഞാൻ കണ്ടു. പുരോ മമേ, എവിടെ കണ്ടു? എൻ്റെ മുന്നിൽ. ഇതി ആകുലമാലവന്തി, മമേ ഇതി ആകുലം, മമേത്യാകുലം ആലവന്തി. ത്വാം ഭാവനാ ചക്ഷുഷി വീക്ഷ്യ കാചേൽ താപം സഖീനാം താപം ദ്വിഗുണീചകാര, സഖികളുടെ ദുഃഖത്തെ ഇരട്ടിയാക്കി ചെയ്തു, ഇരട്ടിയാക്കിയിട്ട് മാറ്റി. ഹേ ഹാ ചൂതഹാ ചമ്പക കർണികാര
ഹാ മല്ലികേ മാലതി ബാലവല്യ. വള്ളികളെ, വൃക്ഷങ്ങളെ, ചെടികളെ, പുഷ്പങ്ങളെ, കച്ചി തുളസി കല്യാണി ഗോവിന്ദചരണപ്രിയേ. ഭാഗവതത്തിലെ ഗോവിന്ദചരണത്തിന് നിനക്ക് ഏറ്റവും ഇഷ്ടമാണ്. ആരും അർച്ചിച്ചാൽ നീ എവിടെ പോയി വീഴ? ഭഗവാന്റെ തൃപ്പാദത്തിലല്ലേ തുളസിപ്പൂ പോയിട്ട് വീഴ. അതുകൊണ്ട് ഗോവിന്ദചരണപ്രിയേ, ഗോവിന്ദചരണത്തെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന തുളസി, നീ അറിയോ ഭഗവാൻ എവിടെയാണ് പോയിരിക്കണമെന്ന്? എന്നോട് പറയാണ്ട് പോവില്ലല്ലോ ഭഗവാൻ. അത്ര ഇഷ്ടമല്ലേ തുളസിയെ? വിഷ്ണു ഭക്തന്മാർക്കും വിഷ്ണുവിനും ഏറ്റവും ഇഷ്ടമുള്ളതാണ് അത്രേ തുളസി. ഹാ ചൂതഹ ചമ്പകകർണികാരഹ മല്ലികേ മാലതി ബാലവല്യ. ചെറിയ വള്ളികളാണ് ബാലവള്ളികൾ. കിം വീക്ഷിതോനോ ഹൃദയൈകചോര ഇത്യാദി പ്രവണ. വിലേപു പ്രവണകൾ, അവർ അനുരാഗം ഉള്ളവർ. നിരീക്ഷിതോയം സഖി പങ്കജാക്ഷപുരോ മമേത്യാകുലമാലബന്ധി മമേ പുരോ വീക്ഷ്യ. എൻ്റെ മുന്നിലെ സഖികളെ ഞാൻ കണ്ടു, ഇതപ്പം കണ്ടു, ഇതേ പോയിട്ടുണ്ട്. ഭാവനാ ചക്ഷുഷത്വ കണ്ടിട്ട് അവർ കൂടുതൽ ദുഃഖമായി. എല്ലാവർക്കും ദുഃഖം ആ സ്ത്രീ കൊടുത്തു. ത്വാം ഭാവനാ ചക്ഷുഷി വീക്ഷ്യ കാചിത് താപം സഖീനാം ദ്വിഗുണീചകാര. ഇരട്ടി ദുഃഖം അവർക്കുണ്ടായി. ശുഭദിന ആശംസകളോടുകൂടി നിർത്തുന്നു. നമസ്കാരം.